സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഒരു 3 കാർഡ് സ്പ്രെഡാണ് എടുക്കണത്. ഇന്നത്തെ ചോദ്യം, ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് അതിൽ നിൽക്കണോ അതോ അതൊന്ന് വിട്ടുപോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ്റെ ഒരു സ്പ്രെഡാണ് 3 കാർഡ് സ്പ്രെഡ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാർഡ് നോക്കണത് നിലവിലെ ബന്ധം, അത് സ്ട്രെങ്ത് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് എന്നുള്ള കാർഡിൽ ഒരു ലേഡി ഒരു സിംഹത്തിനെ മാനേജ് ചെയ്യുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്ട്രോങ് ആണ്. ആ ലേഡി ഇന്നർ സ്ട്രെങ്ത് ഉള്ള ഒരു ലേഡിയാണ്. കാമാണ്, പ്രാക്ടിക്കലാണ്, കമ്പാഷനേറ്റാണ്, സ്കിൽഫുള്ളാണ്. മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അവർ കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ പറയണത്. ഇന്നർ സ്ട്രെങ്ത് ഉള്ള ഒരു ലേഡിയാണ്. ഇതും സഹനത്തിൻ്റെ കാർഡാണ്. അടുത്ത കാർഡ് നിൽക്കണോ പോണ്ടേ എന്നുള്ളതെന്ന് വെച്ചപ്പോൾ അത് ഹാങ്ഡ് മാൻ എന്നുള്ള കാർഡാണ് വന്നത്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ തല കീഴായി നിൽക്കുന്ന ഒരാളാണ്. അതെന്താ വെച്ചാൽ കാഴ്ചപ്പാട് മാറ്റണം, ചിന്താഗതിയിൽ മാറ്റം വരണം. പിന്നെ ഈ കാർഡ് പറയുന്നത് കാര്യങ്ങളെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു പ്രവണത, ജോലിയിൽ സ്ഥിരതയില്ലായ്മയിരിക്കുക, സാമ്പത്തികമായി പുരോഗതിയില്ല, കാര്യനിർവഹണത്തിന് കാലതാമസം നേരിടുന്നു. അപ്പോൾ ഇവിടെയും കുറച്ചും കൂടി കാത്തിരിപ്പും സഹനവും ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇതും ത്യാഗത്തിൻ്റെ കാർഡാണ്. അടുത്ത കാർഡ് എന്താണ് ഗൈഡൻസ് നോക്കുമ്പോൾ ജസ്റ്റിസ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സത്യസന്ധമായ ഒരു നീതി ലഭിക്കും. ഇത് ബാലൻസിൻ്റെ കാർഡാണ്. കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമാണ്. കാരണം ഇത് കർമ്മസിദ്ധാന്തത്തിൻ്റെ കാർഡാണ്. കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ എല്ലാ വശവും മനസ്സിലാക്കി സത്യസന്ധമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ജഡ്ജ്മെൻ്റ് എടുക്കാവൂ. മാത്രമല്ല, നിങ്ങൾ ഓരോ ചെയ്യുന്ന ആക്ഷൻ്റെയും റെസ്പോൺസിബിൾ അവരവരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഇത് കർമ്മസിദ്ധാന്തമാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ കാര്യങ്ങളിലെ ഉത്തരവാദിത്തം അവനവന് തന്നെയാണ്. ഏത് കർമ്മത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നു. അപ്പോൾ ഇത് സത്യസന്ധമായൊരു നീതി ലഭിക്കും എന്ന് തന്നെയാണ് ജസ്റ്റിസ് എന്നുള്ള കാർഡ് പറയണത്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി ഒരു കാത്തിരിപ്പും സഹനവും ആവശ്യമാണെന്നാണ് ഇവിടെ പറയണത്. ഒരു പക്ഷേ സമയം നല്ലതായിരിക്കില്ല, നമുക്കങ്ങനെ ചിന്തിക്കാം. ഇത് സമയം നന്നാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സത്യസന്ധമായ നീതി ലഭിക്കും തന്നെയാണ് ഇവിടെ ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.